പിതാവും പുത്രനും പരിശുദ്ധരുമായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ, പൊഴുത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു സുദിനം കൂടെ, ഒരു സുപ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുദിനവും അനുനിമിഷവും ദൈവത്തിൻ്റെ കൃപ തന്നെ തുടർന്ന് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ 108-ാമത്തെ സങ്കീർത്തനം, ചില ചിന്തകൾ, ചില ധ്യാനങ്ങൾ, ദൈവികമായി പ്രചോദിതമായ ചില ചിന്തകൾ നമ്മൾ ധ്യാനിച്ചു. അത് 2 സങ്കീർത്തനത്തിൻ്റെ ആവർത്തനം ചേർത്ത് വന്നിരിക്കുന്ന ഒരിതാണ്. എന്നാൽ അതിന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ട്. അതിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-ാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. അത് 57-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളായിരുന്നു. പിന്നീട് 2-ാമത്തെ പോർഷനാണ് നമ്മൾ ചിന്തിച്ചത്. 60-ാമത്തെ സങ്കീർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 108-ൻ്റെ 9 വരെ നമ്മൾ വായിച്ചു. അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 10ഉം 13ഉം വാക്യങ്ങൾ, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറയുന്നു, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളുടെ ബുദ്ധിയെ, ചിന്തയെ, വിചാരങ്ങളെ, ബോധങ്ങളെ എല്ലാം ഉണർത്തട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കോണം നമ്മളുള്ള നേരങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമുക്കെന്നും കൂട്ടും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് വഴി നടത്തുമെന്ന്. ഹൂ വിൽ ബ്രിങ് മീ ടു ദ ഫോർട്ടിഫൈഡ് സിറ്റി, ഹൂ വിൽ ലെഡ് മീ ടു ഏദോം. ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? ഏദോം ഒരു ശത്രുവിൻ്റെ രാജ്യമാണ്. അത് ഉറപ്പുള്ള നഗരമാണ്. അപ്പോൾ അവിടെ അത് പിടിച്ചടക്കാൻ വേണ്ടിയാണ് ദാവീദ് ഏദോം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഫോർട്ടിഫൈഡ് സിറ്റിയാണ്. അത് പിടിച്ചടക്കുവാൻ തക്കവണ്ണമാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏദോമിലേക്ക് എന്നെ ആര് വഴി ആര് കൊണ്ടുപോകും? ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? അത് ഏദോം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു രക്ഷയുടെ ഇതാണ്. രക്ഷയിലേക്ക് ആരെന്നെ നയിക്കുമെന്നതിന് എന്നൊരു വ്യാഖ്യാനം കൊടുക്കാം. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്ന ഒരുവനാരെന്ന് ഒരു കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ. അത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണെന്ന് പറയുന്നു. വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാർ, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ. ഉണ്ടോ അവിടെ ദൈവം തന്നെ അവിടെ പറയുന്നത്. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ ഒരു മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ച് എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരിക്കുന്നു. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരിക്കുന്നു. ഇവിടെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരിതാണ് ഇവിടെ പറയുന്നത്. കാരണം വസ്ത്രമൊക്കെ ചുവന്ന്, അതായത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്ന രക്ഷകൻ അല്ലെങ്കിൽ രക്ഷ വരുന്നു. ആ രക്ഷകനിലേക്ക് നയിക്കണമേ. അതാണ് ഉറപ്പുള്ള നഗരം, ദൈവത്തിൻ്റെ രക്ഷാസങ്കേതം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സങ്കേത നഗരം എന്നൊക്കെ പറയുന്നു. കർത്താവാണ് ഉറപ്പുള്ള നഗരം. നമ്മളെ ദൈവം നഗരമെന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമാണെന്ന് പറയുന്നുണ്ട്. പല ഉപമങ്ങളും അങ്ങനെ ഉപമാനങ്ങൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഉറപ്പുള്ള നഗരമെന്ന് ഏദോമിനെ കുറിച്ച് പറയുന്നത് ശത്രുവിൻ്റെ കോട്ടയാണെങ്കിലും അത് നമുക്കുള്ള രക്ഷയുടെ ഇതാണ്. അപ്പോൾ അത് പിടിച്ചെടുക്കണം. അത് പിടിച്ചെടുക്കാനായിട്ട് ദാവീദ് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും. ശരിക്കും നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആ രക്ഷകൻ്റെ അടുക്കിലേക്ക് അവരെ നയിക്കുന്ന, അതായത് വിദ്വാൻമാർ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു വന്നിരിക്കുന്ന പറയുന്നത്. യേശു യഹൂദിയാൽ ജനിച്ച ശേഷമാണ് അവർ യാത്ര പുറപ്പെടുന്നതായിരിക്കാം. ഏതായാലും അത് ജനിച്ച ഉടനെ വന്ന് കണ്ടു എന്നൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ ചിത്രങ്ങളിലും പടങ്ങളിലും ഒക്കെ അങ്ങനെ കാണുമെങ്കിലും ഏറെ നാളുകൾ എടുത്താണ് അവരവിടെ വന്നത്.
വന്ന് അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഹെരോദാവിനോട് ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഉടനുണ്ടായാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. അപ്പോൾ 2 വയസ്സെങ്കിലും അതിനിടയ്ക്കാണ്, ജനനം മുതൽ 2 വയസ്സിനിടയ്ക്കുള്ള ആ ഒരു കാലഘട്ടമായിരിക്കണം. അപ്പോൾ ഉടൻ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പം തന്നെ അവിടെ എത്തിയെന്നോ അങ്ങനെയൊന്നും പറയാൻ സാധിക്കത്തില്ല. ജനിച്ച ശേഷം അവർ നക്ഷത്രം കിഴക്കണ്ടവർ വന്നു. ആദ്യം കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. കാരണം യഹൂദന്മാരുടെ രാജാവാണല്ലോ. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അവർ കൊട്ടാരത്തിൽ കേടുന്നു, കൊട്ടാരത്തിലില്ല. അപ്പോൾ അവർ വന്ന ഉടനെ ഹെരോദാവ് വിളിച്ച് വിദ്വാൻമാരെ അവരുടെ കൊട്ടാരത്തിലുള്ള ഇവരൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്താണെന്ന്. അപ്പോൾ അവരും പറയുകയാണ്, വിജാതീയരാണെങ്കിൽ അവർ പറയുകയാണ്, കാലമൊക്കെ നോക്കിയിട്ട് പറയുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാവരും കൂട്ടുവരുത്തിയിട്ട് ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, യഹൂദയിൽ ബേത്ലഹേമിൽ തന്നെ. കാരണം പഴയ നിയമത്തിലൊരു പ്രവചനമുണ്ട്, മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രവചനമുണ്ട്, യഹൂദിയ ദേശത്തിൽ ബേത്ലഹേമേന്ന് യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ്റെ അരുളപ്പാടുണ്ട്, പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പറഞ്ഞു യഹൂദയിലെ ബേത്ലഹേം. ഈ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായി വന്ന വിഷയമൊക്കെ അവരോട് സൂക്ഷ്മമായി ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ചെന്ന ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണം, എന്നിട്ട് കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിനെന്ന് പറയാം. അത് വെറുതെ, അത് കാപട്യമായിരിക്കാം. കാരണം തനിക്ക് പകരക്കാരനായിട്ടല്ലേ ഒരു രാജാവ് ജനിച്ചാൽ ആ രാജാവിനെ വകവരുത്താനേ നോക്കുകയുള്ളൂ. അതിവർക്ക് മനസ്സിലായി കാണണമെന്നില്ല. ഇവരൊരു നിഷ്കളങ്കതയോടെ അങ്ങനെ ചിന്തിച്ച് കാണും. എന്നാൽ ദൈവം അവരെ അങ്ങോട്ട് നയിക്കുന്നില്ല. തിരിച്ച് മടങ്ങി അവർ കൊട്ടാരത്തിൽ വരുന്നതായിട്ട് കാണുന്നില്ല. അവർക്ക് അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. വേറെ വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവർ വന്ന സ്ഥലങ്ങളിലെല്ലാം അവരെ എന്ത് ചെയ്യുകയാണ്? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു, അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടുകൊള്ളു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഒരു നക്ഷത്രം ഇവർ നയിക്കുകയാണ്, ഗൈഡിങ് സ്റ്റാർ എന്ന് പറയുന്നത്. അത് ഈ പുൽത്തൊഴുത്തിലേക്ക് അല്ല, യേശുവിൻ്റെ അടുക്കിലേക്കാണ് അവർ നയിക്കുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് അവരെ നയിച്ചു. അവർ യേശുവിനെ അമ്മയായ മറിയോടുകൂടി കണ്ടു, അവനെ നമസ്കരിച്ചു. അവരെ നമസ്കരിച്ചു എന്നൊന്നും പറയുന്നില്ല, അവരെ നമസ്കരിക്കുന്ന രീതിയിൽ ആരാധനകളൊക്കെ മാറിപ്പോവുകയാണ്. അവനല്ല സമർപ്പിച്ചത്, അല്ലാതെ മറിയമിനല്ല എല്ലാം സമർപ്പിച്ചത്. ശിശുവിനെ അമ്മയായ മറിയോട് കൂട്ടിക്കൊണ്ട് അവനെ നമസ്കരിച്ചെന്ന് പറയുന്നത്. അവരെ നമസ്കരിക്കരുത്. ഇന്ന് പലപ്പോഴും ജനങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ ഏകൻ മാത്രം, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. അതിലൂടെ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചെന്ന് പറയും. ഇവരെ ഉറപ്പുള്ള നഗരത്തിലേക്ക് നടത്തിയതുപോലെ ഇന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ നടത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ നക്ഷത്രത്തെ പോലെ ദൈവത്തിലേക്ക്, ദൈവിക സത്യങ്ങളിലേക്ക് നമ്മളെ നടത്തും. ഇനി പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ, ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ, അവിടെ പറയുന്നതാണ്, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. എന്തെല്ലാം മാനുഷിക പ്രയത്നങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യൻ്റെ സഹായമൊക്കെ വ്യർത്ഥമാണ്. ആരിലും ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അല്ല, 118 സംഘത്തിൽ പറയുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനൊക്കെ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ലോകത്തിൽ ആശ്രയിക്കരുത്, ലൗകിക ശക്തികളിൽ ആശ്രയിക്കരുത്, സ്വന്തം ബലത്തിൽ ആഗ്രഹിക്കരുത്, സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കരുത്. ഒന്നിലും നമുക്ക് ആശ്രയിപ്പാൻ ദൈവം മാത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഇതിൽ ആശ്രയിച്ചൊന്നും മാത്രമല്ല, യഹോവ തന്നെ ആയിരിക്കണം നമ്മുടെ സങ്കേതം. ദൈവമേ നീയാണ്, മൈ അൾട്ടിമേറ്റ് ഹെൽപ്പ് കംസ് ഫ്രം ഗോഡ്. അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് എൻ്റെ ദൈവത്തിലേക്ക്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം സ്വർഗ്ഗവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മൈ ഹെൽപ്പ്, എൻ്റെ സഹായം, എൻ്റെ പാറ. ഇവിടെ പറയുകയാണ്, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. അവസാനത്തെ വാക്യം, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളെ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. മൈറ്റി ഡീഡ്സ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഗ്രാൻഡ് us help against the foe, for human help is worthless. With God we shall do valiantly. It is he who will tread down our foes. ഇവിടെ ഈ
വാലിയൻറ്റ് എന്ന് പറയുന്നൊരു വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ കാണുന്നത്, അത് ഈ ഗോലിയാത്തിന് നേരെയുള്ള അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് കാണാം. വാലിയൻറ്റ് വിക്ടറി എന്ന് പറയും. ജയത്തിൻ്റെ ഒരു വീര്യത്തോടെ വീര്യം പ്രവർത്തിച്ചു. എങ്ങനെയാണ് ശത്രു ഗോലിയാത്തിൻ്റെ മേൽ വീര്യം പ്രവർത്തിക്കാൻ സാധിച്ചത്? ദാവീദിന് ദൈവത്തിലുള്ള ആശ്രയമാണ്. അവൻ്റെ ആകാരമോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആകൃതിയോ അവൻ്റെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല അവിടെ അവനെ സഹായിച്ചത്. അവന് ദൈവത്തിലുള്ള ആശ്രയം. പടച്ചട്ടയോ അവൻ്റെ ആയുധങ്ങളോ വിധായുധങ്ങളോ ഒന്നുമല്ല അവനെ ജയത്തിലേക്ക് നയിച്ചത്. കാരണം ശൗല് പടച്ചട്ടി ഇട്ട് കൊടുക്കുന്നുള്ളത് അവന് ചേരുന്നില്ല. ഒരു കുഞ്ഞ് പിതാവിൻ്റെ വലിയ ഷർട്ട് എടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ദാവീദ് പടച്ചട്ടി ഇട്ടപ്പോൾ. അങ്ങനെ ഒരു വികൃതം. അത് അവൻ പറയാം, എനിക്ക് ശീലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഴിച്ചു കൊടുത്തു. അവന് ശീലമുള്ളത് അവനറിയാവുന്ന രീതിയിൽ. പക്ഷെ അവിടെ അവനെ സഹായിച്ചത് ദൈവത്തിലുള്ള ആശ്രയമാണ്. യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് ഗോലിയാത്തിനെ ജയിക്കുകയാണ്. ഇതുപോലെയുള്ള ദുഷ്ടശക്തികളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ശത്രുവിനെ വലുതായി നമ്മൾ കാണരുതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശത്രു പരാജിതനാണ്. അവൻ കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ്. ക്രൂശിൽ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവ്. മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, അവൻ്റെ തലയെ തകർത്തു. അപ്പോൾ നമുക്ക് ജയിക്കണമെങ്കിൽ കർത്താവില്ലാതെ നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? ഒന്നിനെയും നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഈ ജയാളിയായി ജയവീരനായി ദൈവം നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവൻ്റെ ജയമാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത്. ആ ജയത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇവിടെ പറയാണ്, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. അത് കാൽവറിയിൽ സംഭവിച്ചു. യേശു തന്നെ ശത്രുവിൻ്റെ തലയെ തകർത്തു, അവൻ്റെ ബലത്തെ കെടുത്തി. അവരിൽ നിന്ന് അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു, നമ്മളെയും വിടുവിച്ച വീണ്ടെടുത്ത അവിടുത്തെ കൃപ. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക, എന്നേക്കും അവനിൽ മാത്രം ശരണം പ്രാപിക്കുക. മാത്രമല്ല, ഉറപ്പുള്ള നഗരം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ എന്ന് എബ്രായലേഖന കർത്താവ് പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ പറയുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇതിളക്കമുള്ള രാജ്യമാണ്, ഇതെല്ലാം ക്ഷണികമാണ്. നിലനിൽക്കുന്നത് ദൈവരാജ്യമാണ്. രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ രാജാവുണ്ടെങ്കിൽ രാജ്യമുണ്ടല്ലോ. പക്ഷേ കർത്താവിൻ്റെ രാജ്യം ഏതാ? യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടു നിൽക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ചേവകർ എനിക്ക് വേണ്ടി പോരാടുവാൻ ഞാൻ പിതാവിനോട് ചോദിക്കുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല, അത് ദൈവരാജ്യമാണ്, അത് ആത്മരാജ്യമാണ്, ദൈവിക രാജ്യം. ദൈവം ഭരിക്കുന്നതാണ്, തിയോക്രസിയാണ് അവിടെ, ദൈവിക ഭരണമാണ് അവിടെ. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എല്ലാത്തിലും നമുക്ക് ആ ഒരു ഉറപ്പുള്ള നഗരത്തെക്കുറിച്ചുള്ള ഗ്ലിംസസ് ഓഫ് ദാറ്റ് ഹോളി സിറ്റി, വിശുദ്ധ നഗരം. വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് വിശുദ്ധ നഗരം. അതിലേക്ക് പ്രവേശനത്തിനായിട്ടാണ് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കണം. ശരീര മനസ്സുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പൊന്നും ഒരു കുന്തിരിക്കും കാഴ്ച അർപ്പിച്ചതുപോലെ നമ്മളെ തന്നെ, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യാം. കർത്താവെ, ഞങ്ങൾ വാഴ്ത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നയിക്കുന്ന നക്ഷത്രം തിരുവചനമെല്ലാം എന്നും നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവോളം അവിടെ നമ്മളെ നയിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആദ്യത്തോടെ ഞങ്ങളെ നടത്തുവാൻ തിരുവചനം ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. തുടർന്നും കൂടുതൽ ആഴങ്ങളിലേക്ക്, തിരുവചന സത്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അത് ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം, ഞങ്ങളുടെ അസ്ഥികളിലെല്ലാം അടയ്ക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് ജീവനായി, ഞങ്ങൾക്ക് വഴിയായി, വെളിച്ചമായി, പ്രകാശമായി ഞങ്ങളോട് കൂടെ ഇരിക്കുമെന്നുള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളിവിടെ സകല സത്യത്തിലും എന്നേക്കും വഴി നടത്തുവാൻ ഞങ്ങളോടുകൂടി ഉള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല തിരുവഴുത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ കൃപയും ജ്ഞാനവും എല്ലാം അവിടെ തക്ക സമയത്ത് പറഞ്ഞു തന്നു. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയിൽ ഞങ്ങൾ നടന്ന് എത്തേണ്ട അടുത്ത് എത്തുവോളം, നിന്നിൽ ഞങ്ങൾ അടയോളം, നിന്നെ വന്ന് ചേരുവോളം ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കൃപകൾക്കായ സ്തുതി. തിരുരക്തത്തിൽ ഞങ്ങളെ പൊതിയണമേ, തിരുകൃപയെ ഞങ്ങളെ മറയ്ക്കണമേ. എല്ലാ മഹത്വത്തോട് നിന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ. തിരുസന്നിധിയിൽ എന്നെ തരുന്നേ, തിരുവിട്ടം ചെയ്യുവാൻ എന്നെ അർപ്പിക്കുന്നേ. നിൻഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ നിൻഹിതം ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്ക. തിരുസന്നിധിയിൽ എന്നെ തരുന്നേ, തിരുവിട്ടം ചെയ്യുവാൻ എന്നെ